ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഭയങ്കര ടേസ്റ്റിയും ഫ്ലേവർഫുള്ളും ആയിട്ടുള്ളൊരു പാകിസ്ഥാനി ചിക്കൻ കറിയാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ ആദ്യം ചിക്കൻ നല്ല വൃത്തിയിൽ കഴുകി എടുത്ത് വയ്ക്കുക. പിന്നീട് ഒരു 3 മീഡിയം സൈസ് സവോള, ഇത് ഒരു 1.5 കിലോ ചിക്കന് വേണ്ടിയിട്ടാണ്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഒരു സവാളയും കൂടെ എക്സ്ട്രാ എടുക്കാവുന്നതാണ്. സോ ഈ സവാള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് സവാള എടുക്കുക. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. സോ നമ്മുടെ പാനിലേക്ക് കടായി വെച്ചിട്ട് ആവശ്യത്തിന് നെയ്യ്, വെളിച്ചെണ്ണയല്ല, ഇതിൽ നെയ്യാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആവശ്യത്തിന് നെയ്യ്, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കുക. എന്നിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിൽ, നമ്മളായിട്ട് ചതച്ചെടുക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് ടൈമില്ലാതിരുന്ന കാരണം ഞാൻ പേസ്റ്റായിട്ട് തന്നെ യൂസ് ചെയ്തത്. ഇനി അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ അതിനകത്ത് ആ ഗീയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ സ്വാദിനനുസരണം ചേർത്താൽ മതി. പിന്നെ ഡയറക്റ്റ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറേ നേരം ഇട്ട് വഴറ്റുമൊന്നും വേണ്ട ചിക്കനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ്സ് നമുക്ക് വേവിക്കാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ തക്കാളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇത് ഇടയ്ക്കൊന്ന് തുറന്നൊരു ഇത്തിരി വേവായോ എന്ന് ഇങ്ങനെ ഇടയ്ക്ക് നോക്കണം. എന്നിട്ട് ഒരു 60-70% വേവായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യുക. ഇവിടുത്തെ പച്ചമുളകിന് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അതിനൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും ഐറ്റംസ്, ഈ പൊടികൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അതും മിക്സ് ചെയ്യുക. ചിക്കൻ ഫുള്ളായിട്ട് വേവരുത്, ഞാൻ പറഞ്ഞ പോലെ 70%, ഇല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഉടഞ്ഞു പോവില്ലേ. എന്നിട്ട് ജസ്റ്റ് ഒന്നൊരു ഉപ്പ് നോക്കിയിട്ട് വേണ്ട ഉപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരുവിധം വെന്തൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ. ഈ ഒരു പാകമാകുമ്പോൾ ഇതിനകത്തേക്ക് കൈകൊണ്ട് നമ്മൾ ഇച്ചിരി വാമാക്കി തിരുമ്മി കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതില്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല, പക്ഷെ ആ ഒരു എക്സാക്ട് ഫ്ലേവറും ടേസ്റ്റും വരണമെങ്കിൽ എപ്പോഴും അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. 2 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് രുചിച്ച് നോക്കാം. അപ്പോൾ അറിയാം നമുക്ക് മസാലയും ഉപ്പും ഒക്കെ ഓക്കെ ആണോ എന്ന്. അതൊക്കെ ഓക്കെ ആയി വരുമ്പോഴത്തേക്കും ഒരു ഇത്തിരി ബട്ടർ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പാകിസ്ഥാനി ക്യൂസിനിൽ എപ്പോഴും തൈര്, ബട്ടർ, ഗീ ഇതൊക്കെ കൂടുതലായിരിക്കും. എന്നിട്ട് അവസാനം നമുക്ക് കുറച്ച്
ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു തിക്നെസ്സും ആ ഒരു ഫ്ലേവറും ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല രീതിയിൽ വരാനാണത്. എന്നിട്ട് ലാസ്റ്റ് അടച്ച് വെച്ച് ഒന്നുകൂടി ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്രേവി നല്ല രീതിയിൽ വേണ്ടവരാണെങ്കിൽ അങ്ങനെ മതി, ഇല്ലെങ്കിൽ തുറന്ന് വെച്ച് വേണമെങ്കിൽ കുറച്ച് വറ്റിച്ചെടുക്കാം. ഇത് ഒന്നിരുന്ന് തന്നെ ഇച്ചിരി തിക്കാവും ഗ്രേവി. കണ്ടോ, നല്ല നല്ല തിക്ക് ക്രീമി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കറി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഫോളോയിങ് അവർ ചാനൽ.